2 തവണയായി UDFിൻ്റെ കയ്യിലാണ് കോഴിക്കോട് മണ്ഡലം. MK രാഘവനെ തന്നെയാണ് മണ്ഡലം നിലനിർത്താനായി UDF ഇത്തവണയും കളത്തിലിറക്കിയത്. LDF മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ദൗത്യമേൽപ്പിച്ചത് A. പ്രദീപ് കുമാറിനെ. നോർത്ത് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. MP എന്ന നിലയിൽ നടപ്പാക്കിയ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ MK രാഘവനും ചർച്ചാ വിഷയമാക്കുന്നു. ഇതിനിടയിലാണ് ഒളിക്യാമറ വിവാദം കോഴിക്കോട്ടെ പ്രചാരണ വിഷയമായി ഉയരുന്നത്. കോഴിക്കോട് മണ്ഡലം താരശോഭയാലെ മധുരമൂറും കാലം തുടരുവാനായി വോട്ട്. ഐശ്വര്യ ചിഹ്നം കൈപ്പത്തി വോട്ട് നൽകിയാൽ നിങ്ങൾക്ക് നഷ്ടമില്ലോട്ട്. വികസനം പറഞ്ഞ് വോട്ട് തേടി ഇറങ്ങിയതാണ് A. പ്രദീപ് കുമാറും MK രാഘവനും. അതിലുപരി 2 ജനകീയന്മാർ തമ്മിലുള്ള പോരാട്ടമായി കോഴിക്കോട് മാറി. നാട്ടുകാരുടെ പ്രദീപേട്ടനും രാഘവേട്ടനും. 2 പേർക്കും ആളുകൾക്കിടയിലുള്ള സ്വീകാര്യത തന്നെയാണ് ഈ വിളിക്ക് പിന്നിൽ. LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിൻ്റെ കൂടെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീടാണിത്. അപ്പോൾ രാവിലെ പോകാനുള്ളൊരു തിരക്കിലായിരിക്കും. കാരണം അതിരാവിലെ മുതൽ തന്നെയാണ് ഇവരുടെയൊക്കെ സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രചാരണം ആരംഭിക്കുന്നതൊക്കെ. ഗുഡ് മോർണിംഗ്. ഇറങ്ങാറായോ? ഇറങ്ങാറായി. സമയം 8:30 ആദ്യത്തെ പ്രോഗ്രാം കുന്നമംഗലം മണ്ഡലത്തിൽ. അപ്പോൾ രാവിലത്തെ ഈ പത്രം വായനയൊക്കെ നടക്കുന്നുണ്ട്? പത്ര വായന മുഴുവൻ നടന്നില്ല. ഇന്ന് കുറച്ച് നോക്കാൻ പറ്റിയത് 8:30 സാധാരണ 7 മണിക്കൊക്കെ പോകും ദിവസം. ബ്രേക്ക്ഫാസ്റ്റൊക്കെയോ? ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് പോകുന്ന വഴി പതിവില്ലാന്ന് പറയാം. അല്ലാതെ ഇവിടുന്ന് കഴിച്ച് പോകാൻ പറ്റില്ല, പലപ്പോഴും നേരത്തെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്വീകരണ കേന്ദ്രത്തിലോ എവിടെയെങ്കിലും നമ്മൾ ആളുകളെ അറേഞ്ച് ചെയ്യും. അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ നമുക്ക് അടുത്ത സ്വീകരണ കേന്ദ്രത്തിൽ കാണാം. ഇപ്പോൾ പ്രദീപേട്ടനൊപ്പം ഞങ്ങളും ഇറങ്ങുകയാണ് ആദ്യത്തെ സ്വീകരണ കേന്ദ്രത്തിലേക്ക്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുന്നതേ കണ്ടുള്ളൂ. ഈ വാഹനത്തിലിരുന്നാണോ ബാക്കി വായനയ്ക്ക്? അതെ, ആദ്യത്തെ കേന്ദ്രത്തിൽ എത്തുന്നവരെ കുറച്ച് സമയം വായിക്കാൻ കിട്ടും. പിന്നെ ചിലപ്പോൾ കുറച്ച് ദൂരെ യാത്രയുള്ളൊരു കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രത്തേക്കുള്ള യാത്രക്കിടയിലും കുറച്ച് നോക്കാം. എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു? ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് അത്ര ദിവസം കൂടിയേ ഉള്ളൂ. അതെ, തെരഞ്ഞെടുപ്പിലിപ്പം ആദ്യഘട്ടം മുതൽ തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല നിലയിൽ മുമ്പോട്ട് വന്നിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും താഴെ തലവരെയുള്ള പ്രവർത്തനങ്ങൾ. കാരണം ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുക്കം നടത്തിയിരുന്നു. പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വന്നതിന് ശേഷം ആണ് ഞങ്ങൾ ആളുകളെ വോട്ടർമാരെ കാണുന്ന പ്രവർത്തനത്തിലേക്ക് പോകുന്നുണ്ട്. അതിന് നല്ല പ്രതികരണമാണ് എല്ലാ സ്ഥലത്തും ഉണ്ടായത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തോടെ ഇങ്ങനെ തന്നെയാണോ ഭക്ഷണമൊക്കെ? അതെ, ഇതിപ്പം രാവിലെ ആദ്യം എത്തുന്ന അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ സഖാക്കൾ ഒരുക്കുന്ന സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കും. വീട്ടിൽ നിന്ന് പലപ്പം കഴിക്കാനാവില്ല. ചിലപ്പം തന്നെ നേരത്തെ ഇറങ്ങും. പിന്നെ രാവിലെ നമ്മൾ കാണാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ടായി. MLA എന്നുള്ളൊരു ചുമതല കൂടെ നിർവഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരും അവരെ കാര്യം സംസാരിച്ച് ഇറങ്ങുമ്പോഴേക്ക് തന്നെ പലപ്പോഴും സമയം തെറ്റാനിടയുണ്ട്. അപ്പോൾ അത് പാലിക്കാൻ വേണ്ടി പരമാവധി പിന്നെ അവിടെ വീണ്ടും ഭക്ഷണം കഴിക്കാൻ വീട്ടിലിരുന്നാൽ പിന്നെ ആളുകളൊക്കെ വന്ന് നേരം വൈകാനടിയാവും. അതുകൊണ്ട് അവിടുന്ന് വേഗം ഇറങ്ങിപ്പോരുകയാണ് ചെയ്യുക. മറ്റൊരു കാര്യം, കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ പ്രത്യേകമായി LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാർ 2ാം ഘട്ട പര്യടനം പൂർത്തിയായതിനാൽ തന്നെ ചെറിയ യോഗങ്ങളിലൊക്കെയാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഇതേപോലെ ചെറിയ കവലകളിലുള്ള യോഗങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. MLA എന്നുള്ള നിലയിൽ നടത്തിയ വികസന നേട്ടങ്ങളാണ് പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടുന്നത്. അതായത് സ്കൂളുകളുടെ വികസനം, നടക്കാവ് സ്കൂൾ, കാരപ്പറമ്പ് സ്കൂൾ, മെഡിക്കൽ കോളേജ് സ്കൂൾ, അത് പ്രിസം പദ്ധതി. അപ്പോൾ അതിന് ആ സ്വീകാര്യത തന്നെ ഈ പ്രചരണ രംഗത്ത് ലഭിക്കുന്നുണ്ടോ? അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ അതിലൊരു നമ്മുടെ UDF ഒക്കെ പറയുന്നത് പ്രദീപ് കുറച്ച് സ്കൂളുകൾ നന്നാക്കി എന്നല്ലാതെ വേറെ എന്താ ചെയ്തതെന്നുള്ള കൊണ്ട് ചോദിക്കുന്നുണ്ട്. സ്കൂളുകൾ നന്നാക്കി എന്നുള്ളതെങ്കിലും അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം.
യഥാർത്ഥത്തിൽ സ്കൂളുകൾക്ക് ഈ പറഞ്ഞ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ പ്രസം പദ്ധതി അനുസരിച്ച് 10 സ്കൂളുകളാണ് ഇപ്പോൾ ഒരേപോലെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള പൂർണ്ണമായ ഫണ്ടുണ്ട്. മറ്റെല്ലാ സ്കൂളുകൾക്കും, ഈവൻ എയ്ഡഡ് സ്കൂളുകൾക്ക് പോലും നല്ല നിലയിൽ ലബോറട്ടറിയും കമ്പ്യൂട്ടർ ലാബും ലാംഗ്വേജ് ലാബും എല്ലാം ചെയ്യാനുള്ള ഫണ്ട് കൊടുത്ത് ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ സ്ഥാനാർത്ഥി ഒരു ഒളിക്യാമറ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് ഒരു ചാനൽ. അതിൻ്റെ സത്യങ്ങൾ എന്താണെന്നുള്ളത് പുറത്തു വരണമെന്നും ഗൂഢാലോചനയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതിനെ പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? അതായത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ താങ്കൾ അത് പ്രചാരണ വിഷയമാക്കുന്നുണ്ടോ? ഇല്ല, അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല, പ്രചാരണ വിഷയമാക്കുന്നില്ല. ഞങ്ങളിപ്പം LDF എന്ന നിലയിലും അത് പ്രത്യേകമായിട്ട് പ്രചാരണ വിഷയമാക്കുന്ന രീതിയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ആ സംഭവം ഉണ്ടായപ്പോൾ CPM ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണം UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് അസംബന്ധമാണ്. ഞങ്ങളാരും തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിയമാനുസരണം അതിൻ്റെ നടപടികൾ സ്വീകരിക്കട്ടെ, അതിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തപ്പെടട്ടെ എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് അതൊന്നും ഇല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിൻ്റെ ഒന്നും ഒരു അകമ്പടിയും ഇല്ലാതെ നല്ല നിലയിൽ വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട്. അതിനുള്ള പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. വെള്ളപ്പൊക്കമാണോ പ്രശ്നം? വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ 5 പ്രാവശ്യം പോയി ഞാൻ പറഞ്ഞത്. പക്ഷെ 5 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ 5 കൊല്ലം വെള്ളം ഈ റോഡിൻ്റെ പക്കത്ത് വന്നിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ ചില സ്ഥലത്തെത്തുമ്പോൾ സ്ഥാനാർത്ഥികൾക്കൊരു കാര്യമുണ്ട്, അവർ ആ പ്രാദേശിക വിഷയങ്ങളെല്ലാം തന്നെ അവരുടെ പ്രചാരണ വിഷയത്തിൽ ഉൾപ്പെടും. ഇപ്പം കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രദീപ് കുമാറിൻ്റെ പ്രചാരണത്തിന് എത്തിയപ്പോൾ മണക്കടവ് തൊണ്ടിലക്കടവ് ഭാഗത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ കുറച്ച് കുട്ടികൾ വന്നിരുന്നു ഫുട്ബോൾ ക്ലബ്ബിലെ. അപ്പോൾ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു അദ്ദേഹം ഇവിടെ കൂടുതലായിട്ടും ഊന്നൽ നൽകിയിരുന്നത്. ഇപ്പോൾ രാഷ്ട്രാന്തരീയ നിലവാരമുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഒരു വമ്പൻ സ്റ്റേഡിയം കോഴിക്കോട് നമുക്ക് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം. നമുക്കൊരു ബോൾ സ്പോൺസർ തരണം. നമുക്ക് ടർഫ് കളിക്കാൻ ആഗ്രഹമുണ്ട്. എന്തായാലും പറഞ്ഞ നമുക്ക് ആഗ്രഹമുണ്ട്. അല്ല, ബോൾ സ്പോൺസർ ചെയ്തോ? ചെയ്യണോ? ഇവിടെ ചെയ്യണല്ലോ. രാത്രിയിലും നീളുന്നതാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണവും ഒപ്പമുള്ള ചില പൊതുയോഗങ്ങളുമെല്ലാം. UDF സ്ഥാനാർത്ഥി MK രാഘവൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. അദ്ദേഹവും പ്രചാരണത്തിൻ്റെ തിരക്കിൽ തന്നെയാണ്, ഇറങ്ങാനുള്ളൊരു സമയത്താണ്. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഇറങ്ങാറായ നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. അതെ. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് പ്രചാരണം കഴിഞ്ഞു വേണമെങ്കിൽ പറയാം. 3-ാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. വളരെ അനുകൂലമായ സിറ്റുവേഷനാണ്. എനിക്ക് തോന്നുന്നത് LDF അതിൻ്റെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. കാരണം ഈ അടുത്ത ദിവസം LDF സ്ഥാനാർത്ഥിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കോലിബി സഖ്യം എന്ന ആരോപണം LDF സ്ഥാനാർത്ഥി ഉന്നയിച്ചോടുകൂടി മുൻകൂർ ജാമ്യമാണ് എടുക്കുന്നത്. അതല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി പറയേണ്ട കാര്യമല്ല. അതുകൊണ്ട് ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാ പ്രദേശങ്ങളും ഒരുപോലെ വളരെ സജീവമായി, പഴയതിനേക്കാളും വീര്യത്തോടുകൂടി, വാശിയോടുകൂടി UDF പ്രവർത്തകന്മാരും ജനങ്ങളും UDFൻ്റെ കൂടെ അണിനിരന്ന് കഴിഞ്ഞു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ 2009-ഉം 2014-ഉം 2019-ൽ ചരിത്ര വിജയം ആവർത്തിക്കും, ഒരു സംശയമില്ല. ആരോഗ്യകാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, സമയത്തിന് ഭക്ഷണം, അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, ഞാനതിൻ്റെ അകത്ത് എനിക്ക് പൊതുവെ ഭക്ഷണം വളരെ കുറച്ച് വയ്ക്കുന്നതാണ്. വളരെ കുറച്ച്. രാവിലെ ഒന്നെങ്കിൽ ഒരു ദോശ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി നിർത്തി. ഉച്ചക്ക് അല്പം ഭക്ഷണം കഴിക്കും, ഇത്ര മാത്രം. രാത്രിയും അതുപോലെ വളരെ അല്പമാണ്. അത് ഞാൻ ശീലിച്ച് വന്ന ഒരു കാര്യമാണ്. ഇന്നലെ ആരംഭിച്ചതല്ല. നേരത്തെ ഭക്ഷണ കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ശീലമതാണ്. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും എന്നെ ബാധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്തും അത്തരം പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കാറില്ല.
അപ്പം അതുകൊണ്ട് പോകുന്ന സമയത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് കഴിക്കാതെ അത്രയുള്ളൂ. അല്ല അതിൻ്റെ ഒരു പ്രത്യേക ഒരു എന്തെങ്കിലും ഒരു പ്രാധാന്യം കാര്യങ്ങൾ കൽപ്പിക്കാറില്ല. സ്വീകരണ കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലാണ് രാഘവേട്ടൻ ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പം എങ്ങനെ കുടുംബയോഗങ്ങളാണോ അതൊക്കെ കഴിഞ്ഞിപ്പോൾ രണ്ടാം ഘട്ടം ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൻ്റെ അവസാനമാണ്. നാളത്തോടുകൂടി രണ്ടാം ഘട്ടം അവസാനിക്കുകയാണ്. മൂന്നാം ഘട്ടം കുടുംബയോഗങ്ങളാണ്. അത് 7 അസംബ്ലി മണ്ഡലങ്ങളിലും ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള കുടുംബയോഗങ്ങളാണ്. അത് മിക്കവാറും 19 വരെ കുടുംബയോഗം ഉണ്ടാകും. ഈ പ്രവർത്തകരുടെയും ഒപ്പം തന്നെ ആൾക്കാരുടെയൊക്കെ നമ്മുടെ അനുഭാവികളുടെയും ഫീലിങ്സ് എന്താണ് ഇതിലേക്ക് യോഗങ്ങളിലേക്കൊക്കെ എത്തുന്നത്? വളരെ ഒരു സന്തോഷത്തോടു കൂടി അത് എന്താ പറയുക, ഇത് ഭൂരിപക്ഷത്തിൻ്റെ മാർജിൻ കൂടണം എന്ന അർത്ഥത്തിലുള്ള സമീപനമാണ്. കൂടും എന്ന രീതിയിലാണ് എല്ലാവരും പറയുന്നത്. ആദ്യത്തെ ഒരു സ്വീകരണ കേന്ദ്രത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് രാഘവേട്ടൻ അവിടെ നിന്നുള്ള സ്വീകരണ കേന്ദ്രത്തിലുള്ള കാര്യങ്ങളും കൂടെയാണ് ഇനി അറിയാനുള്ളത്. പഴയതിനേക്കാളും ഭൂരിപക്ഷം വല്ലാണ്ട് കൂടും എന്നൊരു സംസാരമാണ് എല്ലാവരും നിന്നും കേൾക്കുന്നത്. ഇത് വളരെ വളരെ ഹാപ്പി മൂഡിലാണ് എല്ലാവരും പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എല്ലാവരും സ്വീകരിക്കുന്നത് ഒരു സ്വന്തം വീട്ടിലൊരാൾ, അതായത് രാഘവേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. അതെ. ഞാൻ കഴിഞ്ഞ 10 വർഷമായി ഞാൻ അവരുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ. കാരണം അവർക്ക് എപ്പോഴും എന്നെ വന്ന് കാണാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കാണും. അപ്പോൾ ഒരു കുടുംബത്തിന് അംഗത്തെ പോലെയാണ് അവരെല്ലാവരും എന്നെ കാണുന്നത്. എല്ലാ വിഷയങ്ങളിലും ഏത് കാര്യം തുറന്നു പറയും. അപ്പോൾ അവർക്കൊരു സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ മാത്രമാണ് അവർ കാണുന്നത്. അതാണ് എനിക്കുണ്ടായിട്ടുള്ള ഒരു ഫീൽ. അതാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി MK രാഘവേട്ടൻ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നതാണ്. ഭിന്നമായ കൈപ്പത്തി എന്ന പൊന്നടയാളത്തിൽ നിങ്ങളുടെ രാഷ്ട്രാധികാരം രേഖപ്പെടുത്തി വമ്പിച്ച വോട്ടുകൾ ചെയ്തിടാം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കേന്ദ്ര പദ്ധതികൾ, കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ, നടപ്പിലാക്കിയിട്ടുള്ള വിവരം. ഈ തുറന്ന പ്രചാരണ വാഹനത്തിലെ ഒരു പര്യടനമാണ് സ്ഥാനാർത്ഥികളുടെ ഏറ്റവും ആകർഷണീയം. കാരണം എന്താ വെച്ചാൽ ഇതേപോലെ വോട്ടർമാരൊക്കെ കാണാനും അവരെ അഭിവാദ്യം ചെയ്യാനും ഒക്കെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു വാഹനമാണ്. എനിക്ക് തോന്നുന്നു ഈ വാഹനത്തിലൊരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വോട്ടർമാരെ കാണാനും എല്ലാവരെയും അഭിവാദ്യം ചെയ്യാനും പറ്റും. ശരിയാ, ഇതാണ് ഏറ്റവും വലിയ സൗകര്യം. കാറിൽ പോകുമ്പോൾ വ്യത്യാസം കാറുകളെ പെട്ടെന്ന് കാണാൻ കഴിയുന്നില്ല. ഇതിലെല്ലാവരും 2 സ്ഥലത്ത് ആളുകളെ കാണാം, അഭിവാദ്യം ചെയ്യാം. അപ്പൊ ആളുകളുടെ ആ മുഖാമുഖം കാണാൻ കഴിയുന്നു, അവരുടെ വിഷയം കഴിയുന്നു, അവരിങ്ങോട്ട് വിഷയം പ്രത്യഭിവാദ്യം ചെയ്യുന്നു. അത് കൂടുതൽ നമുക്കൊരു അറ്റാച്ച്മെന്റ് കൂട്ടുകയാണ്. വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോടിന്റെ മണ്ണിൽ നടപ്പിൽ വരുത്തിയ ശ്രീ രാഘവേട്ടന് വികസന തുടർച്ചയ്ക്കുള്ള ഒരു അംഗീകാരം എന്നുള്ള നിലക്ക് രാഷ്ട്രീയം പറയുന്നില്ല. ആരെ കാണാനാ വന്നിന്? രാഘവേട്ടന് വന്നപ്പോ എന്താ തന്നെ വികസനം നാട്ടിൽ തുടരുവാൻ, വർഗീയതയെ തകർക്കുവാൻ. മൂന്നാമത്തെ തവണയാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അതെ. അതിന്റെ ഒരു ബെനിഫിറ്റ് പ്രതീക്ഷിക്കുന്നില്ല. ഒരു സംശയമില്ല. ഒരു ആന്റി ഇൻകംബൻസി എവിടെയുമില്ല. ഒന്ന്. മറ്റൊന്ന്, ഞാൻ എന്നും ആളുകളുമായി ബന്ധപ്പെടുന്ന ആളാണ്. എല്ലാ ദിവസവും താഴെത്തട്ടുള്ള ആളുകളുമായി നിരന്തരം ബന്ധപ്പെട്ട് പോകുന്ന ആളാണ്. സ്വാഭാവികമായും അവർക്കും അത്തരത്തിലൊരു ബന്ധം എന്നോടുണ്ട്. അതാണ് അതിൻ്റെ കെമിസ്ട്രി. ജയിക്കുന്നതിൻ്റെ കെമിസ്ട്രി അതാണ്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ 3ാം തവണയും ഒരു സംശയമില്ലാതെ ജയിച്ചു വരും. ഈ മണ്ഡലത്തിൽ ഈ ആരോപണം അല്ലെങ്കിൽ ഈ കെട്ടുകഥ പ്രചരിപ്പിച്ച് രക്ഷപ്പെടാമെന്നും CPM-ന് കഴിയില്ല. ഇപ്പൊ നമ്മൾ അടുത്ത സ്വീകരണ കേന്ദ്രത്തിൽ എത്തിയിരിക്കുകയാണ്. എല്ലായിടത്തും ആളുകൾ ഒരുപാട് കാത്തു നിൽക്കുന്നുണ്ട്. തീയിൽ കൊളുത്തത് വെയിലത്ത് പാടില്ല. ഞങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ. വികസനം നാട്ടിൽ തുടരുവാൻ, വൈകുന്ന വിഷയമാണ്. അതിന് കഴിയുന്നതും ഓടിപ്പിടിക്കാൻ ശ്രമത്തിലാണ്.
എം.കെ. രാഘവൻ പ്രചാരണ വിഷയത്തിൽ തന്റെ വികസന നേട്ടങ്ങൾ മാത്രമല്ല പറയുന്നത്. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ അതായത് ഇലക്ഷന്റെ അവസാന കാലമായപ്പോഴേക്കും ഉയർന്നു വന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒളിക്യാമറ വിവാദം, അതിൽ ആരോപണ വിധേയനാണ് അദ്ദേഹം. അതിനെതിരെയുള്ള അദ്ദേഹം LDF നടത്തുന്ന ക്യാമ്പയിനെതിരെ അദ്ദേഹം പല പ്രചാരണങ്ങളിലും സംസാരിക്കേണ്ടി വരുന്നു. ഇവിടെ രാഷ്ട്രീയം പറയുന്നില്ല, അതിന് പകരം വ്യക്തിഹത്യ ആരംഭിച്ചു. എന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് 1.5 മാസമായി. 1.5 മാസമായി എൻ്റെ പുറകെ നടക്കുകയാണ്. എന്നെ അപമാനിച്ചാൽ, എന്നെ വ്യക്തിഹത്യ നടത്തിയാൽ, എന്നെ വേട്ടയാടിയാൽ ഞാൻ തോറ്റുപോകുമെന്നാണ് അവരുടെ ഗവേഷണം. സ്ഥാനാർത്ഥികളുടെ പ്രചരണം തുടരുകയാണ്. അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് കോഴിക്കോട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം പല കേസുകളിൽപ്പെട്ട് ജയിലിലായതിനാൽ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നില്ല. കഴിഞ്ഞ ദിവസം മാത്രമാണ് അദ്ദേഹം പ്രചാരണ രംഗത്ത് സജീവമായിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും ദിവസം പ്രചാരണ രംഗത്ത് എത്താൻ പറ്റിയിരുന്നില്ല. ഇപ്പം എങ്ങനെയുണ്ട് പ്രചാരണ രംഗത്ത് എത്തിയപ്പോൾ? വളരെ ആവേശത്തോടു കൂടിയുള്ള പ്രചരണമാണ് മണ്ഡലത്തിലുടനീളം നടക്കുന്നത്. പ്രവർത്തകർ ആവേശത്തിലാണ്, വോട്ടർമാർ ആവേശത്തിലാണ്. വോട്ടർമാർ പൊതുവെ ഈ രാജ്യത്തെ വികസനത്തിനൊപ്പമാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിന്തുടർച്ച അത് പ്രാർത്ഥിക്കുന്ന, ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി നമോ അഗെയിൻ 2019 എന്ന് പറയുന്ന ജനവിഭാഗമാണുള്ളത്, വോട്ടർമാരാണുള്ളത്. അതുകൊണ്ട് ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. എന്താ നിങ്ങൾ പ്രധാനമായിട്ട് ഈ മണ്ഡലത്തിൽ ഉയർത്തിക്കാട്ടുന്നത്? തീർച്ചയായിട്ടും ഇക്കാലം അത്രയും 2 മുന്നണികളും ഈ മണ്ഡലത്തിന് പിടിച്ചു വാങ്ങേണ്ട ഒരു അവകാശങ്ങളും ഇവിടെ വാങ്ങിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പോസ്റ്റ്മാൻ്റെ പണി മാത്രമാണ് ഇവിടുത്തെ MP എടുക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന 2000 കോടിയുടെ വികസനം നടത്തിയെന്ന് പറയുന്നത്. ഈ രാജ്യത്തെ 543 മണ്ഡലങ്ങളിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കൊടുത്ത ഒരു വിഹിതം അതൊരു പോസ്റ്റ്മാനെ പോലെ ഇവിടെ എത്തിച്ചു എന്നല്ലാതെ പിടിച്ചു വാങ്ങാൻ വേണ്ടി ഒന്നും സാധിച്ചിട്ടില്ല. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾക്കെതിരെ കണ്ണടച്ചിട്ടുള്ള 2 മുന്നണികളുടെ കാപട്യങ്ങൾ തുറന്നു കാണിക്കുന്നു. ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടി മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ജയിലിലായിരുന്നു കുറച്ച് ദിവസം, അപ്പം പല കേസുകളിലാക്കപ്പെട്ടിട്ട്. അപ്പോൾ അതിനെ ഉയർത്തി കാട്ടുന്നുണ്ടോ ഈ മണ്ഡലത്തിൽ പ്രചാരണത്തിൽ? ജയിൽ എനിക്ക് പൂമാലയായിരുന്നു. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹന സമരത്തിലാണ് എന്നെ 8 കേസിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് പുറമെ ബാക്കിയുള്ള 7 കേസുകൾ ഞാൻ എന്താണ്, BJP എന്താണെന്ന് തെളിയിക്കുന്ന കേസാണ്. അത് ചർച്ച ചെയ്യുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. ബാലറ്റ് പേപ്പറിലൂടെ മറുപടി. M.K. രാഘവനോ പ്രദീപ് കുമാറോ? ഭൂരിപക്ഷം നോക്കിയാൽ മതിയെന്ന് UDF ക്യാമ്പ് പറയും. വിജയം സുനിശ്ചിതമെന്ന് LDF ക്യാമ്പും. ഏതായാലും കോഴിക്കോട് കടക്കുക ഇരു മുന്നണികൾക്കും അത്ര എളുപ്പമല്ല.